ഓരോ ഭാഗങ്ങൾ എനിക്ക് ഇടിച്ച് പഞ്ചറായിരിക്കും. ഇയാളുടെ വെയിറ്റ് കാരണം ഫിസിക്കലായി അതായി ഇതായൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടാനും. വെറുതെ തമാശ കളിക്കാൻ വീട്ടിൽ പോയാൽ മതി. എന്നാ വീട്ടിൽ പോകാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് അനിമോൾക്ക് 1ാം റൗണ്ടിൽ ഒരു ബൊമ്മയും കിട്ടിയില്ല. കിട്ടി, പക്ഷെ ആളെ ജാമാക്കിയിട്ട് അങ്ങ് കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വുമൺ കാർഡൊക്കെ ഇറക്കുന്നുണ്ട്. ഒരു പെണ്ണാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളതൊക്കെ. ഗ്രാൻഡ് ഫിനാലേക്കുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇവിടെ ജെൻഡർ വ്യത്യാസങ്ങളൊന്നും കാണിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സൈഡും പുരുഷന്മാർക്ക് ഒരു സൈഡ് കൊടുക്കേണ്ടി വരും. അതൊന്നും കൊടുക്കുന്നില്ലല്ലോ ബിഗ് ബോസ്. അപ്പൊ പിന്നെ എന്ത് പറയാനാ? അനിമോൾ എന്തായാലും അടിപൊളിയായിട്ട് കരഞ്ഞ് എരപ്പായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നും കേട്ടോ. കാരണം കഴിവില്ലാതെ അവിടെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ അക്ബർ നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളായതുകൊണ്ട് തന്നെ അയാൾ പരമാവധി ആ ഒരു ബൊമ്മയ്ക്ക് വേണ്ടിയിട്ട് ആക്രമണം കൂട്ടി. അതിനുള്ള വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്ക് കിട്ടി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനിടയിൽ ഒരു കുറുക്ക സ്വഭാവം കാണിക്കുന്ന ലക്ഷ്മിയെയും കണ്ടു എന്നുള്ളതാണ്. ഹ്യൂമാനിറ്റി വേണം എന്നൊക്കെയാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ വിഷമം കണ്ട മനസ്സിലാവണം എന്നൊക്കെ ആരാ പറയുന്നത് നോക്കാം. നമുക്ക് വേറെ വീട്ടിലോട്ട് കിടക്കാം. എന്തിനാണ് അനിമോള് കരഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ, കാണാം. പാവ ഇങ്ങനെ പതുക്കെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈയിട്ട് മാന്തുന്ന ആളുകൾ, അതിനിടയിൽ ഞെരിങ്ങി അമർന്നു നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെ പൊന്നോമന പുത്രി അനിമോൾ ഇങ്ങനെ കരയുന്നുണ്ട്, അയ്യോ എന്നൊക്കെ. അക്ബർ അപ്പൊ തന്നെ പറയുന്നുണ്ട് വേണ്ടങ്ങ മാറി നിന്ന ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന്. പക്ഷെ അതൊന്നും പറ്റൂല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പുഷ് ചെയ്ത് ഇങ്ങനെ ഒരു കവാടത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. അനീഷേട്ടൻ കിടിലാണ്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അനീഷേട്ടൻ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കൈയും കാലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാവട്ട് കൊടുക്കുന്ന ആളെ കൈയും പോലും വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് നല്ല തമാശ ഒരു സംഭവമൊക്കെ നടന്നു. ഓക്കെ, ഇതില് ആദില, നൂറ ഇവരൊക്കെ ഒന്നും പ്രശ്നങ്ങളില്ല. അതായത് കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിക്ക് മുന്നിലായതുകൊണ്ട് തന്നെ കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ വാങ്ങി വെച്ചുകൊണ്ടിരിക്കുക. ഇതിനൊന്നും കിട്ടാത്ത 2 ആളുകളുണ്ട്. ഒന്ന് നമ്മുടെ ഷാനവാസ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആൾ അതിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല, മാറി നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാബുമ്മ കുറെ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അവസാനം ഒരു കാല് മാത്രം കിട്ടി ബൊമ്മയുടെ, അതിനടുത്ത് പോക്കലിട്ടു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഞെങ്ങി അമർന്നിരിക്കുന്ന അനിമോൾക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വന്നു. സ്വാഭാവികമായിട്ടും ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ ഒരു കൺജസ്റ്റഡ് പൊത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ ബൊമ്മകൾ എങ്ങനെയാണ് എല്ലാരും കൂടെ എടുക്കുകയല്ലേ. അതിന്റെ പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അനിമോളുടെ കരച്ചിലാണ്. പുറത്തൂടെ കിടക്കാണ്. ഒരു മനസാക്ഷി സാധനം എനിക്കില്ല. അത്യാഗ്രഹി ഇപ്പഴേ കപ്പം കൊണ്ട് തല വെക്കാൻ വേണ്ടി പോവാണ്. കിട്ടും കപ്പ്. ബോഡി വെയിറ്റ് അത്രയും കൊണ്ടിട്ട് ഞാൻ കുറച്ച് പാടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിനക്ക് നീളമുണ്ട്, നിനക്ക് ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് യൂസ് ചെയ്യാം. അതുകൊണ്ടല്ല ബോഡി വെയിറ്റ് കംപ്ലീറ്റ്ലി കൊണ്ടിടുന്നത് ശരിയല്ല. നിനക്ക് നീളം യൂസ് ചെയ്യാം. എന്താലേ ഗെയിമിൽ നിന്ന് പിന്നെ ആളുകൾ മാറി നിൽക്കണം എന്നാ പറയുന്നത്. ഷാവനാസൊക്കെ മാറാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മാറി നിന്നു. സാബുമോന് അതിനുള്ളിൽ പോയിട്ട് ബഹളം വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആള് മാറി നിന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ പരമാവധി ഇത് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ അനിമോളുടെ തൊട്ട് മുന്നിൽ നിന്നിരുന്ന ലക്ഷ്മിയാണ് ഈ പറയുന്നത്. ലക്ഷ്മി പരമാവധി ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചിട്ടുണ്ട്. അത് കൂടാതെ ആര്യന്റെ കയ്യിൽ നിന്നും എടുത്തു എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. അക്ബർ ഇവിടെ ചെയ്തത് ഒരു തെമ്മാടിത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും ഗ്രാൻഡ് ഫിനാലേക്കിലേക്ക് എത്താനുള്ള പരിപാടി ചെയ്യുന്നതാണ്. അതിനിടയിൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നൊന്നും ആരും നോക്കൊന്നുമില്ല. ഇവിടെ വുമൺ കാർഡ് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളുകൾ എടുക്കും, അല്ലാത്ത ആളുകൾ മാറി നിൽക്കും. അവർ ഷാനവാസ്ക മാറി നിന്നു. ഷാനവാസ്ക ഒരു പോയിന്റ് പോലും എടുത്തിട്ടില്ല. ഇപ്പൊ അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തുടർന്ന് കേൾക്കാം. ലക്ഷ്മിയുടെ എന്റെ പൊന്നെ എന്താ ഹ്യൂമാനിറ്റി. അക്ബർ ബോഡി വെയിറ്റ് മൊത്തം കൊണ്ട് അനുവിന്റെ പുറത്തോട്ടിട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബോഡി വെയിറ്റ് അല്ല, നിനക്ക് നിന്റെ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് നിനക്ക് കൈ എടുക്കാം. അപ്പൊ ഒരാളെ അവിടെ ഹേർട്ട് ചെയ്ത് അടിച്ചമർത്തിയിട്ട് തന്നെ അതിന്റെ ബേസിക് സ്വഭാവം നീ കാണിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ കളിക്കാം അക്ബർ, അങ്ങനെ അല്ലാതെ കളിക്കാം. നിനക്ക് ഹൈറ്റ് ഉണ്ട്. തെറ്റാ ചെയ്ത അക്ബർ, തെറ്റാണ്. ഇനി റൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് പറയാ വേറൊരാളുടെ ദേഹത്തോട്ട് ചമ്മന്തിയാക്കി ചതച്ചരിച്ചിട്ടല്ല. ഹൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് കളിക്ക്. ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഹോള് താഴത്താണേ, അത് കുനിഞ്ഞെന്നെ എടുക്കണ്ടേ. എന്താ ലക്ഷ്മി, ഒരുപാട് കയ്യിലുണ്ടല്ലോ, പോക്കറ്റിലാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിപ്പോ ലക്ഷ്മി ഇവര് തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട. എടുക്കാൻ കഴിയില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം സാബുമോനെയും അതേപോലെ തന്നെ ഷാനവാസ്ഖാനൊക്കെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ്. അവിടെ സ്പേസ് ഇല്ല, വളരെ ചെറിയ സ്ഥലമാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് എടുക്കുക എന്നുള്ളതാ. അതിനിടയിൽ കുറുക്ക സ്വഭാവം കാണിക്കല്ലേ ലക്ഷ്മിയെ. എന്താ ലക്ഷ്മിയെ? ഓരോ ഭാഗങ്ങൾ എനിക്ക് ഇടിച്ച് പഞ്ചറായിരിക്കും. ഇയാളുടെ വെയിറ്റ് കാരണം
ഇത് സോറി പറയേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഗെയിമുകളിൽ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പന്ത് എറിയുന്ന സമയത്ത് തന്നെ കുറെ ആളുകളുടെ കൈ മുറിയായി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതേപോലെ ഇതിൽ ഒരുപാട് ആളുകൾ കൈയുടെ മുകളിൽ മുറിയായിട്ടുണ്ട്, കൈയുടെ മുകളിൽ കടിച്ചു എന്നൊക്കെ പല ആളുകളും പറയുന്നു. എന്താ ചെയ്യാ, ഇതിൽ ലക്ഷ്മി എന്തിനാ കിടന്ന് തിളക്കുന്നത് മനസ്സിലാവുന്നില്ല. അനുമോൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കാൻ കഴിയില്ല എന്ന് കരുതുകയാണെങ്കിൽ അത് മാറി നിൽക്കുക. ഒന്നാമത്തെ റൗണ്ടിൽ ഇത് അനുഭവിച്ചു, ആ ഒരു പ്രശ്നം അനുഭവിച്ചല്ലോ, അവൾ അതിൽ നിന്ന് മാറി നിന്നില്ല. രണ്ടാമത്തെ ഇതേ അനുഭവം ഉണ്ടാവുന്നു, മാറി നിന്നില്ല. മൂന്നാമത് അതിനുള്ളിൽ തന്നെ പെട്ടിട്ട് അതിൻ്റെതായ കരച്ചിലും പിടിച്ചിലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അതായത് സ്ത്രീകളായതുകൊണ്ട് മുന്നിൽ നിൽക്കാൻ ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ പറയണേ. ഇത്രയും നിന്റെ ബോഡി വെയിറ്റ് മൊത്തം അവളുടെ മുഖത്തോട്ട് അവളുടെ മുഖം നോക്ക്, അവളുടെ മുഖം നോക്ക്. ഇന്നവരെ അവളുടെ മുഖം അങ്ങനെ ആയിട്ടില്ല. അവൾ അഭിനയിക്കുമല്ല, നീ കാണിച്ചു കൂട്ടി. അടുത്ത റൗണ്ട് ഉണ്ട്, അവിടെ നിൽക്കണ്ടെന്ന്. നീ ആരാ പറയാൻ അവിടെ നിൽക്കണ്ടെന്ന്? ഹൈറ്റ് അനുസരിച്ചോ ആദ്യം വന്ന് നിന്നനുസരിച്ചോ നിൽക്കും. ഹൈറ്റ് അനുസരിച്ച് നിൽക്കും. ആരാ തീരുമാനിക്കുന്നത്? അവിടെ അങ്ങനെയൊന്നുമില്ല. ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവര് മുന്നിൽ തന്നെ നിൽക്കും. വേണമെങ്കിൽ പിന്നോട്ട് മാറി നിൽക്കാന്നുള്ളതാ. ആദ്യ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും അനീഷേട്ട മുന്നിലായിരുന്നു, പിന്നെ അയാൾ മൂന്നാമതേത്ത് വന്നിട്ടാണ് നിന്നത്. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. കിട്ടുന്ന ആളുകൾ എടുക്കുക, അല്ലാത്ത ആളുകൾ മാറി നിൽക്കുക. ഇതിപ്പോ അവിടെ സ്ത്രീകൾക്ക് ഒരു വരിയൊന്നുമില്ല, എല്ലാവരും ഒരു വരിയില്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കരയുന്നത് കാണുന്നതെന്നൊക്കെ പറയുമ്പോ ഇത് കാണുന്ന പ്രേക്ഷകരോ പാവം അനുമോള് അങ്ങനെ ചിന്തിക്കരുത്. അവിടെ ഒരു ഗെയിമാണ് നടക്കുന്നത്, അതിൽ ആൺ പെൺ വ്യത്യാസം ഒന്നും പാടില്ല. വരുന്നതിന് മുന്നേ അങ്ങനെ വരുന്നത് പേടിച്ചിട്ടാണ് ഞാൻ ആദ്യമേ അവരത് കൊടുത്തത്, ഹിന്റ് കൊടുത്തത് സംഭവം. എന്നിട്ട് അത് ആവർത്തിക്കെന്ന് പറഞ്ഞാ ഒരു പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയല്ലല്ലോ നിൽക്കുന്നത്. കൊറേ പാവ കിട്ടിയിട്ടുണ്ടല്ലോ, അത് കപ്പയിടാൻ വേണ്ടിട്ടാ. ഒരു പെൺകുട്ടി നമ്മൾ പരിഗണന പോലും അയാൾ കാണിക്കുന്നില്ല. പുറത്തുടങ്ങി ചാഞ്ഞു കിടക്കുക വൃത്തിയിട്ട ചെന്തു. എന്താണ് വുമൺ കാർഡ് ഇറക്കി കളിക്കുന്നത്? ഇതിൽ വുമൺ കാർഡ് ഇറക്കേണ്ട കാര്യം എന്താണുള്ളത്? മാറി നിൽക്കാം, ഒരു സൈഡിലേക്ക് മാറാം, അല്ലെങ്കിൽ എല്ലാവരും അവിടെ തീരുമാനം എടുക്കുക സ്ത്രീകൾ ഈ സൈഡിൽ നിൽക്കട്ടെ എന്ന്. നിങ്ങൾ അതൊന്നും ചെയ്തില്ല ഗെയിമിന്റെ ഇടയിൽ. നിങ്ങളെല്ലാവരും എല്ലാവരും സ്വാർത്ഥ സ്വഭാവക്കാരനാണ് കയറി. ഇതിന് അനുമോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഞാൻ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് തരാനോ. അങ്ങനെ കിട്ടാത്തവർക്ക് കൊടുക്കേണ്ട കാര്യം എന്നുള്ളത്, അല്ലെങ്കിൽ കിട്ടാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നൂറെ ഞാൻ സമ്മതിച്ചുട്ടാ. നൂറുടെ കയ്യിലുള്ള ബൊമ്മ പോലും അനുമോളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി കൊടുക്കരുത്. പാവട്ട നൂറൊക്കെ കിട്ടിയത് ഷാനവാസ്ക നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ് ഉണ്ട്, എന്റെ ബൊമ്മയും കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് കൂടും, ഞങ്ങളത് തരാം എന്ന് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ കളിക്കാത്ത ഒരു സാധനം എനിക്ക് വേണ്ട എന്നുള്ളത്. മാന്യമായിട്ടുള്ള ഒരു കളിയാണ് ഷാനവാസ് കളിച്ചത്. എന്താ അനുമോള് പറഞ്ഞത്? ഞാൻ ആരെ ശപിക്കാറില്ല എന്നുള്ളതാണ്. നീ എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞത് ശാപവാക്കായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനുള്ള ഒരു ബോധം വേണ്ടത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനാണ്. പിന്നെ പുറത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇമോഷനെ നമുക്ക് സങ്കടമൊക്കെ തോന്നുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നത് എന്താ കാര്യമുള്ളത്? അവർക്ക് അവിടെ കളിച്ച് ജയിച്ചാലേ കപ്പടിക്കാൻ പറ്റുള്ളൂ. കപ്പടിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരൊക്കെ പോയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നോമിനേഷനിൽ വരുന്ന സമയത്ത് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഇതിലിപ്പോ അനുമോളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ഇമോഷണൽ കണ്ടന്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം, പാവ അനുമോളെ അക്ബർ എന്താ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അവരെല്ലാവരും തിക്കും തിരക്കിന്റെ ഇടയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അക്ബറിന്റെ വായിൽ നിന്ന് കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കില്ല. അതേപോലെ ലക്ഷ്മിയുടെ നാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്, അനുമോളുടെ നാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്, നെവിന്റെ നാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ ആ ഗെയിമിന്റെ ഇടയിൽ ഒരുപാട് ബീപ്പ് സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഹോട്ട്സ്റ്റാർ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം സ്റ്റെക്കായി, ഒന്നും കണ്ടില്ല. അതിന്റെ ഇടയിലും പലതും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല ഇനി അടുത്ത ഗെയിമിലൂടെ ഇങ്ങനെ പരിക്കുപറ്റാണെങ്കിൽ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ അല്ല വരലും ചൂണ്ടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഗെയിമിൽ സംഭവിച്ച കാര്യം. അനുമോളുടെ ഒരു മീഡിയം ലെവൽ കരച്ചിലും പിന്നെ വുമൺ കാർഡർക്കലാണ് ഒന്നാമത്തെ റൗണ്ടിൽ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ റൗണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ്.